Good morning, all. കുറെ ദിവസമായില്ലേ കണ്ടിട്ട്? എടുത്തതൊക്കെ മറന്നുപോയോ? മിസ് എടുത്തതൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഓക്കെ. ഓർമ്മയില്ലെന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ ഒക്കെ ചോദിക്കുന്നുണ്ടല്ലോ. അക്ഷയ്. ഓക്കെ. വിൻ-വിൻ നെഗോസിയേഷൻ മുതലാണ് അല്ലെ മിസ് എടുക്കേണ്ടത് അല്ലെ? ഇവിടെ മുതലല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാലോ? Okay. In the win-win negotiations in the 1980s, how individual approached negotiations began to change considerably. 1980 മുതൽ എന്ത് വന്നു? വ്യക്തികൾ നമ്മുടെ നെഗോസിയേഷനെ സമീപിക്കുന്ന ആ ഒരു രീതിയിൽ ഗണ്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നു. മിസ് എടുക്കുന്ന ചാപ്റ്റർ മെറ്റീരിയൽസ് മാനേജ്മെന്റ്, ഫസ്റ്റ് ചാപ്റ്റർ കേട്ടോ, 6th മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ. അപ്പൊ നമ്മ പരമ്പരാഗത രീതിയിലാണ്, നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ആദ്യം വിചാരിച്ചത് എന്താണ്? ഒരു ചർച്ച നടത്തുമ്പോൾ ഒരാൾക്ക് പരാജയം സംഭവിക്കും, ഒരാൾക്ക് വിജയമായിരിക്കും എന്നുള്ള ആ ഒരു രീതിയിലാണ് ആളുകൾ ആ ഒരു ചർച്ചയെ സമീപിച്ചിരുന്നത്. പക്ഷെ 1980 മുതൽ എന്ത് വന്നു? ആ ഒരു ചർച്ചയെ സമീപിക്കുക, ആ ഒരു നെഗോസിയേഷന്റെ അപ്രോച്ചില് ഗണ്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നു. നെക്സ്റ്റ് പറയുന്നത്, rather than thinking that the result always had to be a winner and a loser, many people came to see that win-win negotiation were not only an improvement on the traditional win-loss mindset but also more desirable. Right? എന്താണ് നമുക്ക് ഫലം? മിസ് നേരത്തെ പറഞ്ഞ നമ്മൾ ട്രഡീഷണൽ രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ആധുനിക രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്താണ് വിചാരിച്ചിരുന്നത്? ഒരാൾക്ക് ജയം അല്ലെ, ഒരാൾക്ക് പരാജയം സംഭവിക്കുന്നു. അപ്പൊ ആ ഒരു ഫലം എന്താണ്? എല്ലായ്പ്പോഴും വിജയവും തോൽവിയും ആയിരിക്കുമെന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ നെഗോസിയേഷനിൽ എന്താ പറഞ്ഞത്? രണ്ടുപേർക്കും ഒരുപോലെ ബെനിഫിറ്റ്സ് ആകുന്ന ഗുണങ്ങളാണ് അല്ലെ ലഭിക്കുന്നത്, ഔട്ട്കംസ് ആണ് അല്ലെ ലഭിക്കുന്നത്. അപ്പൊ എന്താണ്? ആ ഒരു പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിൻ-വിൻ സിറ്റുവേഷനിൽ എന്താണ്? നമുക്ക് അഭികാമ്യമായിട്ടുള്ള പലതും ഉണ്ടെന്ന് അവര് ചിന്തിക്കാൻ തുടങ്ങി. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ആ ഒരു ട്രഡീഷൻ രീതിയിൽ അല്ലെ, നമ്മ മുൻപ് ചിന്തിച്ചിരുന്നത് പോലെ ഒരാള് ജയിക്കും ഒരാള് തോൽക്കും എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മ ആ ഒരു വിൻ-വിൻ നെഗോസിയേഷനെ ആ ഒരു രീതിയിലാണ് കാണുന്നതെങ്കിൽ എന്താണ്? തങ്ങൾക്ക് വിജയിക്കാനുള്ള അല്ലെ, അതിൽ പങ്കെടുക്കുന്ന ഓരോ പാർട്ടിക്കും വിജയിക്കാനുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് അല്ലെ, നമുക്ക് അഭികാമ്യമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ, അഭികാമ്യമായിട്ടുള്ളതെന്ന് അവര് ചിന്തിച്ചു തുടങ്ങി. ഓക്കെ ആണോ? അങ്ങനെ എല്ലാവരും മനസ്സിലാക്കി. ഓക്കെ ആണോ? That is, if all parties believe there is a good chance that they will benefit from the negotiation. എന്താണ്? ആ ഒരു ചർച്ചയിൽ, ആ ഒരു നെഗോസിയേഷനിൽ എന്താണ്? രണ്ട് പാർട്ടിയും ബിലീവ് ചെയ്യാണ് അല്ലെ,
എന്താണ് ആ ഒരു ചർച്ചയിൽ നിന്ന് പ്രയോജനം ലഭിക്കാൻ നല്ല അവസരമുണ്ടെന്ന് രണ്ട് കക്ഷികളും വിശ്വസിക്കുന്നുവെങ്കിൽ. വോയിസ് കട്ടാവുന്നുണ്ടോ? എല്ലാവർക്കും ഉണ്ടോ? പ്രോബ്ലം ഉണ്ടോ എല്ലാവർക്കും? ഇല്ല ഇല്ല. നെറ്റ് ഇഷ്യൂ ഉണ്ടായിരിക്കും. സൂരജ് ഒന്നും കൂടെ ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ജോയിൻ ചെയ്ത് നോക്കിയേ. ലീവ് ചെയ്തിട്ട് ഒന്നുകൂടി ജോയിൻ ചെയ്ത് നോക്കിയേ. ബാക്കി ആർക്കും പ്രശ്നമില്ലല്ലോ. നോക്കട്ടോ. അപ്പൊ നോക്കിയേ. If all parties believe there is a good chance that they will benefit from the negotiation, they are more likely to take part in it and contribute. അല്ലെ? എന്താണ് ആ ഒരു ചർച്ചയിൽ നിന്ന് പ്രയോജനം ലഭിക്കാൻ നല്ല അവസരമുണ്ടെന്ന് എല്ലാ കക്ഷികളും വിശ്വസിക്കുന്നുവെങ്കിൽ എന്താണ് അവർ പങ്കെടുക്കുന്ന ആ ഒരു ചർച്ചയിൽ, ആ ഒരു നെഗോസിയേഷനിൽ അവർക്ക് എന്ത് ചെയ്യണം? കോൺട്രിബ്യൂഷൻ നടത്തണം. അല്ലെ? ഇപ്പൊ നമ്മൾ ഒരു നെഗോസിയേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഭാഗത്ത് നിന്നൊരു കോൺട്രിബ്യൂഷൻ വേണ്ടേ? നമ്മൾ പറഞ്ഞ റേറ്റിലും ചിലപ്പോ കുറച്ച് പൈസ കുറച്ചു കൊടുക്കും. അല്ലെ? ആണോ? ഇല്ലേ? അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ്. അല്ലെ? ആ ഒരു പ്രൈസ് കുറച്ച് കൊടുക്കുന്നത്, അതല്ലെങ്കിൽ നമ്മ ആദ്യം പറഞ്ഞ ആ ഒരു ലീഡ് ടൈമിനല്ലാണ്ട് അതിക്ക് മുമ്പേ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നത്, അല്ലെ? കോസ്റ്റ് കുറയ്ക്കുന്നത്, അങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലെ? ക്വാണ്ടിറ്റി കുറച്ചും കൂടി കൂടുതൽ കൊടുക്കുന്നത്, അതൊക്കെ എന്താണ്? നമ്മൾ സപ്ലയേഴ്സ് ആണെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ അല്ലേ അത്? അതേപോലെ എന്താണ് ബയ്യർ ആണെങ്കിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ചിലപ്പോ പറഞ്ഞ ആ ഒരു കോസ്റ്റ് അല്ലാണ്ട് അവർ കുറച്ചും കൂടി കൂട്ടി പറയല്ലേ? ഇപ്പൊ ആദ്യം പറഞ്ഞ ഞങ്ങൾ ഒരു 15 രൂപക്ക് വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ചർച്ച നടത്തുമ്പോ ആ ഒരു ലാസ്റ്റ് അവരെന്ത് ചെയ്യും? ശരി, ലാസ്റ്റ് ഒരു 17-നാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 2 രൂപ അവർ കൂട്ടി വെച്ചിരിക്കുന്നത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ അല്ലേ? ആണ് അല്ലെ? അപ്പൊ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എന്താണ്? ഇരു കക്ഷികൾക്കും പ്രയോജനം ലഭിക്കാൻ അവസരമുണ്ടെന്ന് മനസ്സിലാക്കുക. അല്ലെ? അങ്ങനെ വിശ്വസിക്കുന്നു എങ്കിൽ രണ്ട് പാർട്ടിക്കാരും എന്ത് ചെയ്യണം? അവരുടെ ഭാഗത്ത് നിന്ന് കോൺട്രിബ്യൂഷൻ നടത്തണം. അല്ലെ? വിട്ടുവീഴ്ചകൾ നടത്തണ്ടേ? എന്നാ മാത്രമാണ്. അല്ലെ? പക്ഷെ അവർക്ക് ലോസ് സംഭവിക്കാൻ പാടില്ല. അല്ലെ? നഷ്ടം സംഭവിക്കാത്ത രീതിയിൽ അവരുടെ ഭാഗത്ത് നിന്ന് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുക. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, as the concept of everybody winning grew in the world of negotiation, so did confusion about exactly what it entailed. അല്ലെ? ചർച്ചകളുടെ ലോകത്ത്, നമ്മുടെ ആ ഒരു നെഗോസിയേഷന്റെ വേൾഡില് എല്ലാവരും വിജയിക്കുമെന്നുള്ള ഒരു ആശയം വളർന്നപ്പോൾ, അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? വിൻ വിൻ സിറ്റുവേഷൻ ആകുമ്പോൾ അവിടെ ഒരാൾക്കും പരാജയം സംഭവിക്കുന്നില്ല. അല്ലെ? രണ്ടുപേർക്കും വിജയമാണ് വരുന്നത്. അല്ലെ? അപ്പൊ അങ്ങനെയുള്ള രണ്ട് കൂട്ടരും ആ ഒരു നെഗോസിയേഷന്റെ ലോകത്ത് രണ്ടുപേർക്കും വിജയിക്കുമെന്നുള്ള ആശയം വളർന്നപ്പോൾ അത് കൃത്യമായി എന്താണ് അർത്ഥമാക്കുന്നത്, അല്ലെ? എന്താണ് മീൻ ചെയ്യുന്നതായി അവരുടെ ഒരു ആശയക്കുഴപ്പം. അല്ലെ? ഇപ്പൊ രണ്ടു കൂട്ടരും വിജയിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അവിടെ എന്താ അർത്ഥമാക്കും? നമുക്കും തോന്നാം. അല്ലെ? വിൻ വിൻ സിറ്റുവേഷനിൽ ആദ്യം തന്നെ മിസ് പറഞ്ഞു, വിൻ വിൻ സിറ്റുവേഷനിൽ ആർക്കും പരാജയം സംഭവിക്കുന്നില്ല. അതിൽ പങ്കെടുക്കുന്ന ബോത്ത് പാർട്ടീസിനും എന്താണ്? ലാഭമാണ് ഉണ്ടാകുന്നത്. അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പം വന്നില്ലേ? അത് എങ്ങനെ വരും? ഇല്ലേ? എന്തായോ? എന്താണ് മനസ്സിലാവുന്നില്ലേ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ എന്താണ്? അങ്ങനെ ഒരു അങ്ങനെയുള്ള ഒരു ആശയം, ഒരു കൺസെപ്റ്റ് വന്നപ്പോൾ അത് എങ്ങനെ, അല്ലെ, എന്നായി കൃത്യമായി അത് എന്താണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത് എന്നായി ഒരു ആശയക്കുഴപ്പം. Did it mean that each party came out with equal portion of the pie? എന്ന് വെച്ചാല്
അത് മീൻ ചെയ്യുന്നത് ഈ ഒരു രണ്ടു കൂട്ടരും വിജയിക്കുമെന്ന് പറയുമ്പോൾ did it mean that each party came out with equal portion of the party അല്ലെ? എന്താണ് ഓരോ കക്ഷിക്കും ടോട്ടൽ വാല്യൂയിൽ നിന്ന് ഈക്വൽ പോർഷൻ ലഭിച്ചിട്ടുണ്ടോ അല്ലെ? ഇപ്പൊ നമ്മ ഒരു നെഗോസിയേഷൻ നടത്തുകയാണെങ്കിൽ രണ്ട് പാർട്ടിക്കും ഈക്വൽ പോർഷൻ ആണോ ലഭിക്കുന്നത്, ബെനിഫിറ്റ്സ് ആണോ ലഭിക്കുന്നത്? ഓർ that one would have a bigger slice than the others. ഒരാൾക്ക് മറ്റൊരാളിൽ നിന്ന് ബിഗർ സൈസ് ആയിരിക്കും ലഭിക്കുന്നത്. അങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങളാണ് വന്നത്. Surely, തീർച്ചയായും if one participant had more to offer, they should get more of that pie shouldn't they? Pie എന്ന് പറഞ്ഞാൽ കഷ്ണം, ഭാഗം എന്നൊക്കെ പറയില്ലേ നമ്മ വിഭജിക്കുന്നത്. ആ ഒരു ബെനിഫിറ്റ്സിനെ വിഭജിക്കുമ്പോൾ ഷുവർലി തീർച്ചയായും if one participant had more to offer, they should get more of that pie shouldn't they? അല്ലെ? അപ്പൊ എന്താണ് തീർച്ചയായും ഒരു പാർട്ടിസിപ്പന്റ് ആ ഒരു നെഗോസിയേഷൻ നടത്തുമ്പോൾ ഒരു പാർട്ടിസിപ്പന്റ് മറ്റേ ആളുകളിലും കൂടുതൽ അവർ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഓഫർ ചെയ്യാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടണം? അവർക്ക് കുറച്ച് കൂടുതൽ കൊടുക്കണം അല്ലെ? പൈ കൂടുതൽ ലഭിക്കണം അല്ലെ? അങ്ങനെയല്ലേ? ഷുഡിന്റെ അങ്ങനെയല്ലേ? ആണോ? ഇപ്പൊ മിസ് അതിനൊരു എക്സാമ്പിൾ പോലെ പറഞ്ഞുതരാം. ഇപ്പൊ ഞാനും ശ്രീജിത്തും കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി പാർട്ട്ണർഷിപ്പിൽ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അതിലൊരു 60% മുതൽ മുടക്കും നമ്മുടെ ശ്രീജിത്തിന്റെയാണ്, 40% ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പൊ അവിടെ ആർക്കായിരിക്കും കൂടുതൽ ബെനിഫിറ്റ്സ് ലഭിക്കേണ്ടത്? ഈക്വൽ പോർഷനിൽ അവർക്ക് ലഭിച്ച ആ ഒരു പ്രോഫിറ്റ് വിഭജിക്കാൻ പറ്റുമോ? 50 എനിക്ക് 50, എനിക്ക് ശ്രീജിത്തിന് 50, അങ്ങനെ വിഭജിക്കാൻ പറ്റുമോ? അവിടെ ആരാണ് കൂടുതൽ ഇട്ടിരിക്കുന്നത്? ആരാ? ശ്രീജിത്താണ് അല്ലെ? അപ്പൊ എന്താണ് നമ്മുടെ കിട്ടുന്ന ടോട്ടൽ പ്രോഫിറ്റിന്റെ 60% ശ്രീജിത്തിനും 40% ആയിരിക്കും എനിക്ക് ലഭിക്കുന്നത്. അപ്പൊ അതെന്താണ് വിൻ സിറ്റുവേഷന്റെ ആ ലോകത്ത് അവിടെ വിജയമല്ലേ നടന്നിരിക്കുന്നത്? രണ്ട് കൂട്ടർക്കും ഒരുപോലെ ബെനിഫിറ്റ്സ് ആണ് അല്ലെ ലഭിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ എല്ലാവർക്കും? ആരാണോ കൂടുതൽ ഓഫർ ചെയ്യുന്നത് അവർക്കായിരിക്കണം കൂടുതൽ ബെനിഫിറ്റ്സ് ലഭിക്കേണ്ടത് അല്ലേ? ഓക്കെ അല്ലേ? ഇപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? നീ പറയണോ? നെക്സ്റ്റ് എടുക്കാലോ? നമുക്ക് പോവാ അല്ലേ? കണ്ടിന്യൂ ചെയ്തോണ്ട് പോവാലോ? നെക്സ്റ്റ് പറയുന്നത് മിസ്സിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ടോ? ഇടക്ക് കഫൊക്കെ വരുമ്പോ ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ. According to an article in the Harvard Law School titled "What is a Win-Win Negotiation?" Cathy Chong wrote regarding this question. നമ്മുടെ ഹവാർഡ് ലോ സ്കൂളിലെ ആർട്ടിക്കിൾ തുടങ്ങുമ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് തുടങ്ങുന്നത്. ലോ സ്കൂൾ ടൈറ്റിലിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വാട്ട് ഈസ് വിൻ-വിൻ നെഗോസിയേഷൻ? കാറ്റി ചോങ് ഒരു ക്വസ്റ്റ്യനിലൂടെയാണ് നമ്മുടെ ഹാർവാർഡ് ലോ സ്കൂളിലെ ആ ഒരു ആർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ എന്താ പറയുന്നത്? The answer to that question is a definite yes. Win-win negotiation doesn't require you split resources right down the middle with a sole focus on being fair. അല്ലേ? എന്താണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം? അതെ, ഡെഫിനറ്റ് യെസ് എന്നുള്ള രീതിയിലാണ് തുടങ്ങുന്നത്. ഇപ്പൊ നമ്മ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഉദാഹരണം ചോദിച്ചിട്ടുണ്ട് അല്ലെ? ഷുവർലി ഇഫ് വൺ പാർട്ടിസിപ്പന്റ് ഹാഡ് ടു മോർ ഓഫർ, ഒരു പാർട്ടിസിപ്പന്റ് കൂടുതൽ ഓഫർ ചെയ്യുകയാണെങ്കിൽ they should get more of that pie. അവർക്ക് എന്ത് കിട്ടണം? ടോട്ടൽ ബെനിഫിറ്റ്സിന്റെ കൂടുതൽ ഭാഗം അയാൾക്ക് കിട്ടണ്ടേ? കൂടുതൽ ഓഫർ ചെയ്ത ആൾക്ക് കിട്ടണം അല്ലേ? അപ്പൊ എന്താണ്? യെസ് അല്ലെ? ഡെഫിനറ്റ് യെസ് ആണ്, കൂടുതൽ കിട്ടണം. വിൻ-വിൻ നെഗോസിയേഷൻ ഡസന്റ് റിക്വയർ അല്ലെ? എന്താണ്? നമ്മുടെ വിൻ-വിൻ ചർച്ചയ്ക്ക് ന്യായമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്താണ്? വിഭവങ്ങൾ, അതിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു റിസോഴ്സുകൾ, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ് മധ്യത്തിൽ വിഭജിക്കേണ്ട ആവശ്യമില്ല അല്ലെ?
ആ നമുക്ക് കിട്ടുന്ന ഇപ്പൊ മിസ് പറഞ്ഞ പോലെ 100 നമുക്ക് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാല് അതിന്റെ മധ്യത്തിൽ വെച്ച് വിഭജിക്കണോ? എനിക്ക് 50, ശ്രീജിത്തിന് 50 എന്നുള്ള രീതിയിൽ വിഭജിക്കണോ? അത് ഫെയർ അല്ല അല്ലെ? ഇല്ല. എന്താണ്, ആരാണോ കൂടുതൽ ഷെയർ ഇട്ടിരിക്കുന്നത് അല്ലെ, ആരാണോ ആദ്യം ഏറ്റവും കൂടുതൽ മുതൽ ഇറക്കിയിരിക്കുന്നത് അവർക്കല്ലേ കൂടുതൽ കൊടുക്കേണ്ടത്. അതല്ലേ അവിടെ ന്യായം? അതല്ലേ അവിടുത്തെ ന്യായം? അപ്പൊ എന്താണ്, ഈ വിൻ നെഗോസിയേഷൻ ഡസന്റ് റിക്വയർ അല്ലെ, വിൻ നെഗോസിയേഷനില ഒരു ചർച്ചയില് ഒട്ടും ആവശ്യമില്ല. എന്താണ്, നമുക്ക് കിട്ടുന്ന ആ റിസോഴ്സുകൾ അത് ബെനിഫിറ്റ്സ് ആകാം, പ്രോഫിറ്റ് ആകാം അല്ലെ, അതെന്താണ് മിഡിൽ വെച്ച് അല്ലെ, മധ്യത്തില് വിഭജിക്കേണ്ട ആവശ്യമില്ല. അത് ന്യായമായ രീതിയിൽ വിഭജിക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് it doesn't mean automatically making a concession just because the other party made one. അല്ലെ, എന്താണ്, മറ്റേ പാർട്ടി നമ്മുടെ ആ ഒരു നെഗോസിയേഷനിൽ എന്താണ്, 2 പാർട്ടീസ് ഉണ്ടാവും അല്ലെ, ഒരാള് ഓപ്പോസ് പാർട്ടി ഉണ്ടാവും, വേറൊരാളും കൂടി ഉണ്ടാവും അല്ലെ. അപ്പൊ എന്താണ്, മറ്റേ കക്ഷി, നമുക്ക് ഓപ്പോസ് നിൽക്കുന്ന കക്ഷി വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നത് കൊണ്ട് സ്വമേധയ എന്ത് ചെയ്യേണ്ട, വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ലോസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മ അവിടെ വിട്ടുവീഴ്ച ചെയ്യണോ? നമുക്ക് വേണ്ട അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ നമുക്ക് വാദിക്കാനോ? ചെയ്തൂടെ? ആർഗ്യുമെന്റ് ചെയ്യാം അല്ലെ. അപ്പൊ എന്താണ്, അപ്പൊ നോക്കിയേ, it doesn't mean automatically making a concession just because the other party made one. നമ്മുടെ ഒപ്പോസ് നിൽക്കുന്ന ആ ഒരു പാർട്ടി അവര് കൺസെഷൻ ചെയ്യുന്നുണ്ട് എങ്കിൽ അല്ലെ, എന്താണ്, വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നത് കൊണ്ട് സ്വമേയ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണമെന്നില്ല. And it doesn't mean that you should try to avoid conflict and tension at all cost. അല്ലെ, എന്ത് ചെയ്യണം, സംഘർഷവും പിരിമുറുക്കവും ഒഴിവാക്കാൻ ശ്രമിക്കണമെന്നും ഇതില് പറയുന്നില്ല അല്ലെ, ഇതിനർത്ഥമില്ല അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വാദിക്കാലോ, ആർഗ്യുമെന്റ് ചെയ്യാം അല്ലെ, ആർഗ്യൂ ചെയ്യാം അല്ലെ. അപ്പൊ എന്താണ്, and it doesn't mean that you should try to avoid conflict and tension at all cost. അല്ലെ, എല്ലാ രീതിയിലും എന്താണ്, ഇതിൽ നിന്ന് കോൺഫ്ലിക്റ്റുകളും ടെൻഷൻസും അവോയ്ഡ് ചെയ്യണമെന്നും ഇതില് അർത്ഥമാക്കുന്നില്ല. നെക്സ്റ്റ് പറയുന്നത്, if people enter a win-win negotiation, does that mean that they will continue fighting for their corner? എന്താണ്, നമ്മൊരു വിൻ-വിൻ നെഗോസിയേഷനിൽ പ്രവേശിക്കുമ്പോൾ, എൻറ്റർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, does that mean that they will continue fighting for their corner? അല്ലെ, നമ്മുടെ കോർണർ, അതായത് നമ്മുടെ ഭാഗത്തിന് വേണ്ടി, നമ്മുടെ ന്യായത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഫൈറ്റ് ചെയ്യണം അല്ലെ, വേണ്ടേ, വാദിക്കണം അല്ലേ. ഇപ്പൊ നമുക്ക് ആ ഒരു കോസ്റ്റിന് അത് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് അടാറ് ലോസ് ആണെങ്കിൽ നമുക്ക് അത് കൊടുക്കണോ? ആ ഒരു പ്രൈസിന് അവർക്ക് കൊടുക്കണോ? ബയേഴ്സിന് കൊടുക്കണോ? വേണ്ട അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, നമ്മുടെ ഭാഗത്തിന് വേണ്ടി, നമ്മുടെ കോർണറിന് വേണ്ടി നമ്മൾ തർക്കിക്കുക അല്ലെ, ഫൈറ്റ് ചെയ്യുക. Do they still try to gain as much as possible for themselves? അല്ലെ, അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി, നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി അത് നേടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യാ, കഴിയുന്നത്ര ശ്രമിക്കുക. ഓക്കെ ആണോ? ഒരു വിൻ-വിൻ സിറ്റുവേഷനില് 2 കൂട്ടർക്കും ഒരുപോലെ ബെനിഫിറ്റ്സ് ആണ്, ഒരു ആൾക്കും ലോസ് സംഭവിക്കുന്നില്ല എന്ന് വെച്ച് നമ്മൾ ഒരുപാട് കൺസെഷൻ കൊടുക്കണോ? ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യണോ? നമുക്ക് ലോസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അതിൽ കൊടുക്കണോ ആ ഒരു പ്രൈസിന്? വേണ്ട അല്ലെ. അപ്പൊ എന്താണ്, നമ്മുടെ ഭാഗം ന്യായീകരിക്കുന്നത് വരെ അല്ലെ, നമ്മുടെ ആ ഒരു കോർണർ, നമുക്ക് ആ ഒരു ഫെയർ ലഭിക്കുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, വാദിക്കാം അല്ലെ. നെക്സ്റ്റ് പറയാം, ഓക്കെ അല്ലേ ഇത്? നമ്മുടെ ആ ഒരു പ്രോഫിറ്റ് ലഭിക്കുന്ന, നമുക്ക് ആ ഒരു ബെനിഫിറ്റ് ലഭിക്കുന്നത് വരെയും നമുക്ക് കഴിയുന്നത്ര അതിനു വേണ്ടി വാദിക്കുക. നെക്സ്റ്റ് പറയുന്നത്, when you are participating in a win-win negotiation, your aim is to work to get the best deal you can for yourself. അല്ലെ, എന്താണ്, നമ്മൊരു നെഗോസിയേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ, പങ്കെടുക്കുമ്പോൾ എന്തേ, നമ്മുടെ എയിം എന്ന് പറയുന്നത് എന്തായിരിക്കും? നിങ്ങളൊരു വിൻ-വിൻ നെഗോസിയേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കും?
നിങ്ങൾക്ക് ബെസ്റ്റ് ഡീല് വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലെ, അതല്ലേ? നിങ്ങൾക്ക് ബെസ്റ്റ് ഡീല് കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുകയും നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ഇവരെയും ഒരു നെഗോസിയേഷനിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് എന്താണ്, നമുക്ക് ബെസ്റ്റ് ഡീല് കിട്ടുന്നത് വരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. While at the same time attempting to make sure that the other party is satisfied. അതേ സമയം തന്നെ നമ്മൾ എന്തും കൂടി നോക്കണം, മറ്റേ പാർട്ടി അല്ലെ, നമ്മുടെ ഒപ്പോസ് നിൽക്കുന്ന പാർട്ടി തൃപ്തരാണോ എന്ന് ഉറപ്പാക്കുകയും വേണം അല്ലെ. ചിലപ്പോ നമുക്ക് നമ്മുടെ ആ ഒരു മികച്ച ഡീല് ലഭിക്കുമ്പോൾ ചിലപ്പോ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്തായിരിക്കാം, ലോസ് ആയിരിക്കാം അല്ലെ. അപ്പൊ അതിനെ നമുക്ക് വിൻ വിൻ നെഗോസിയേഷൻ എന്ന് പറയാൻ പറ്റോ, വിൻ വിൻ സിറ്റുവേഷൻ എന്ന് പറയാൻ പറ്റോ? പറയാൻ പറ്റും? ഇല്ല അല്ലെ. അപ്പൊ എന്ത് വേണം, നമ്മുടെ ഒപ്പോസ് നിൽക്കുന്ന ആള്, നമുക്ക് എതിരെ നിൽക്കുന്ന ആ പാർട്ടിയും തൃപ്തരാണോ എന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് മീൻസ് മേക്കിംഗ് ഓഫേഴ്സ് ദാറ്റ് ആർ ഗുഡ് ഫോർ യു ആൻഡ് ഓൾസോ ഫോർ ദം. അല്ലെ, അതിനർത്ഥം ഇങ്ങനെ എന്താണ്, നമ്മള് എന്താണ്, നമ്മുടെ മികച്ച ഡീല് കിട്ടാൻ നമ്മ പ്രവർത്തിക്കുക, അതേസമയം നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും തൃപ്തരാണോ എന്ന് ഉറപ്പാക്കുക. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്കും നമുക്കും നമ്മുടെ ഒപ്പോസ് നിൽക്കുന്ന പാർട്ടിക്കും അവർക്കും നല്ല ഓഫറുകൾ നൽകുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെയാണോ? രണ്ടുപേർക്കും ലോസ് ഒന്നുമില്ലാതെ രണ്ടുപേർക്കും ബെനിഫിറ്റ്സ് ആയിട്ടുള്ള ഒരു ഓഫർ നൽകുക എന്നുള്ളതാണ് ഈ ഒരു വിൻ വിൻ നെഗോസിയേഷൻ കൊണ്ടുള്ള അർത്ഥം. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത്, ഇപ്പൊ നമുക്കറിയാം, എക്സാമ്പിൾ പോലെ പറയുന്നതാണ് കേട്ടോ. നമ്മൊരു എവിടെയെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ സാലറി ഇൻക്രിമെന്റിന് വേണ്ടി നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ. എക്സ്പീരിയൻസ്ഡ് ആയി കഴിയുമ്പോൾ, നമ്മുടെ വർക്കൊക്കെ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചോദിക്കാറില്ലേ? അപ്പൊ നമുക്ക് ആ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് നമുക്ക് അത്രയും തരാൻ പറ്റില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? എംപ്ലോയേഴ്സിന് ആ ഒരു സാലറി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് അത്രയും സാലറി ഈ ഒരു പോസ്റ്റിൽ കൊടുക്കാന്ന് പറയുന്നത് അവർക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യും. അവർക്ക് കുറച്ച് നഷ്ടമാണെങ്കിൽ അവർ എന്ത് ചെയ്യും? നമുക്ക് പ്രൊമോഷൻ തരും അല്ലെ, നല്ല വർക്കർ ആണെങ്കിലോ. ആണോ? എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ നല്ല ഗുഡ് പങ്ക്ച്വാലിറ്റി ഉള്ള, അല്ലെങ്കിൽ ഹാർഡ് വർക്കർ ആയിട്ടുള്ള ഒരു വർക്കർ ആണെങ്കിൽ അവർ സാലറി ചോദിച്ചു നമ്മൾ അവർക്ക് അവിടെ നിന്ന് വിടാൻ പറ്റുമോ? അത്രയും ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന ആളെ ഇല്ല. അപ്പൊ അവര് എന്ത് ചെയ്യും? പ്രൊമോഷൻ കൊടുക്കും അല്ലെ. പ്രൊമോഷൻ കൊടുക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ആ ഒരു എംപ്ലോയീസിന് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ സാലറി ഇൻക്രിമെന്റ് കിട്ടുന്നുണ്ട്. പക്ഷെ എന്താണ്, അവർക്ക് അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ ഡ്യൂട്ടിയും കൂടി അസൈൻ ചെയ്ത് കൊടുക്കാണോ? ഉള്ള ഡ്യൂട്ടിയിലും കൂടുതൽ വർക്ക് കൊടുക്കാണ് അല്ലേ? അതൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാല് രണ്ടുപേർക്ക് ഒരുപോലെ ഗുണമാണ് അല്ലെ. ഒരാൾക്ക് ഡ്യൂട്ടീസ് കുറച്ചുകൂടി കൂടുതൽ കിട്ടും, സാലറിയും കിട്ടും. അപ്പൊ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേർക്ക് ഒരുപോലെ ബെനിഫിറ്റ്സ് അല്ലേ, എംപ്ലോയറിനും എംപ്ലോയീസിനും അല്ലെ. ഓക്കെ ആണോ? അതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഒരു എക്സാമ്പിൾ പോലെ മിസ് പറഞ്ഞാണ്. ഓക്കെ അല്ലേ? എന്താണ്, നമ്മുടെ എംപ്ലോയീസിനെ സംബന്ധിച്ച് അവർക്ക് പ്രൊമോഷൻ കിട്ടി, സാലറി ഇൻക്രിമെന്റ് കിട്ടിയില്ലേ, അങ്ങനെ ചിന്തിക്കുമല്ലോ അവര്. പക്ഷെ എംപ്ലോയീനെ സംബന്ധിച്ച് അല്ലെ, തൊഴിലാളിനെ സംബന്ധിച്ച് അവർക്ക് പ്രൊമോഷൻ, പോസ്റ്റ് പ്രൊമോഷൻ കിട്ടി, സാലറി ഇൻക്രിമെന്റ് കിട്ടി. പക്ഷെ എംപ്ലോയറിനെ സംബന്ധിച്ച് എന്താണ്, നമ്മുടെ എംപ്ലോയീസിനെ കൊണ്ട് കുറച്ചും കൂടി ജോലി ചെയ്യിക്കാണ് അല്ലെ. നമ്മൾ അഡീഷണൽ ഒരു 1000 രൂപ അല്ലെങ്കിൽ 4000 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് എന്താണ്, അതിലും കൂടുതൽ അഡീഷണൽ വർക്കും ചെയ്യിക്കുന്നുണ്ട്. അവിടെ ആർക്കെങ്കിലും നഷ്ടമുണ്ടോ? ഇല്ല അല്ലെ. രണ്ടു പേർക്കും ഒരുപോലെ ബെനിഫിറ്റ്സ് ആണ് അല്ലെ. ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കിയേ, ഹൗ ടു നെഗോസിയേറ്റ് എ വിൻ വിൻ സിറ്റുവേഷൻ അല്ലെ. നമുക്കൊരു എങ്ങനെ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ചർച്ച നടത്താം അല്ലെ. അപ്പൊ നോക്കിയേ, വെൻ ഇൻ നെഗോസിയേഷൻ യു ക്യാൻ ഫോളോ ദീസ് സ്റ്റെപ്സ് ടു ഹെൽപ്പ് യു റീച്ച് എ വിൻ വിൻ റെസൊല്യൂഷൻ അല്ലെ. നമ്മൾ എപ്പോഴൊക്കെ നെഗോസിയേഷൻ നടത്തുന്നുണ്ടോ അപ്പൊ നമ്മൾ ഈ ഒരു നമുക്ക്
തന്നിരിക്കുന്ന ആ ഒരു സ്റ്റെപ്സുകൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തിലേക്ക് എത്തിച്ചേരാമെന്ന് വിൻ വിൻ റെസൊല്യൂഷനിലേക്ക് എത്തിച്ചേരാം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് റിമെമ്പർ 7 സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് പറയുന്നത് റിമെമ്പർ ദ അതർ പേഴ്സൺസ് ഗോൾസ് അല്ലെ, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പാർട്ടിയുടെ ആ ഒരു ആളുടെ എന്ത് കൂടി നോക്കാന്ന് ഗോൾസ് കൂടി നമ്മ ഓർക്കുക അല്ലെ. അവരെന്താണ് ഇതുകൊണ്ട് ഈ ഒരു നെഗോസിയേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെ, അവരെന്തിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ അടുത്ത് ചർച്ച നടത്തുന്നത് എന്നുകൂടി നമ്മ ഓർക്കുക. അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് നോക്കിയേ. when negotiation with someone, it's helpful to remember what the other person might want out of this situation അല്ലെ. നമ്മ ആരെങ്കിലുമായിട്ട് ഒരു ചർച്ച നടത്തുമ്പോൾ ആ ഒരു സാഹചര്യത്തില് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പാർട്ടി മറ്റൊരാളെ എന്താണ് വേണ്ടതെന്ന് ഓർക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെ. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടി എന്താണ് അവർ അർത്ഥമാക്കുന്നത്, ആ ഒരു ചർച്ച കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമ്മൾ റിമെമ്പർ ചെയ്യുക. ഇപ്പൊ നമ്മൊരു എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ഞാൻ സപ്ലയേഴ്സ് ആണെങ്കിൽ ബയ്യർ എന്തായിരിക്കും അവിടെ നിന്ന് അർത്ഥമാക്കുന്നത്? എന്തൊക്കെയായിരിക്കും? പ്രോഡക്ട്സ് അല്ലെ, മെറ്റീരിയൽസ് ആവാം, പ്രോഡക്ട്സ് ആവാം, ഗുഡ്സ് ആവാം, സർവീസ് ആവാം അല്ലെ. അത് മാത്രമാണോ? ഞാൻ സപ്ലയർ ആണെങ്കിൽ എന്നിൽ നിന്ന് എന്തായിരിക്കും ബയേഴ്സ് ഉദ്ദേശിക്കുന്നത്? കോസ്റ്റ് ഉണ്ടാവും. കോസ്റ്റ് ഉണ്ടാവും, പ്രോഡക്റ്റ് ഉണ്ടാവും, ടൈം ഉണ്ടാവും അല്ലെ, ലീഡ് ടൈം ഉണ്ടാവും, ക്വാളിറ്റി ഉണ്ടാവും, ക്വാണ്ടിറ്റി ഉണ്ടാവും അല്ലെ. അതേപോലെ ഏതൊരു സിറ്റുവേഷൻ, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ സാലറി ഇൻക്രിമെന്റിന് വേണ്ടി നെഗോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എംപ്ലോയറും തമ്മിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മീൻ ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ ആ ഒരു നെഗോസിയേഷൻ കൊണ്ട്? ഇല്ലേ? ഉണ്ട് അല്ലെ. അപ്പൊ അതുപോലെ എന്താണ്, നമ്മൾ എന്തൊരു സിറ്റുവേഷനിലാണെങ്കിലും ഒരു നെഗോസിയേഷൻ നടത്തുമ്പോൾ രണ്ട് പാർട്ടിക്കും അവരുടേതായിട്ടുള്ള ഉദ്ദേശങ്ങൾ ഉണ്ടാവും അല്ലെ. അവരുടേതായിട്ടുള്ള ഉദ്ദേശങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുക, ഒരാള് മറ്റൊരാൾക്ക് അല്ലെ, നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഉദ്ദേശങ്ങളെ കൂടി അവരുടെ ലക്ഷ്യങ്ങളെ കൂടി നമ്മ ഓർക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, ഇപ്പൊ മിസ് പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഇഫ് നെഗോസിയേഷൻ എ പേ റൈസ് അല്ലെ, നമുക്ക് സാലറി ഇൻക്രിമെന്റിന് വേണ്ടി അല്ലെ, നമ്മുടെ ശമ്പള വർധന വേണ്ടിയിട്ടാണ് ഒരു നെഗോസിയേഷൻ നടത്തുന്നെങ്കിൽ യു മൈറ്റ് കീപ് ഇൻ മൈൻഡ് യുവർ എംപ്ലോയേഴ്സ് നീഡ് ടു സ്റ്റേ വിത്തിൻ എ സർട്ടൻ ബഡ്ജറ്റ് വിച്ച് മൈറ്റ് ബി ഔട്ട്സൈഡ് ഓഫ് ദെയർ കൺട്രോൾ അല്ലെ. നമ്മ ഒരു എംപ്ലോയി എന്താണ് അവിടെ സാലറി വർധനവിന് വേണ്ടിയിട്ട് അല്ലെ, ശമ്പള വർധനവിന് വേണ്ടി അവര് നെഗോസിയേഷൻ നടത്തുമ്പോൾ അവരുടെ മൈൻഡിൽ എന്തുണ്ടായിരിക്കാന്ന്, ആ ഒരു എംപ്ലോയറിന് നമ്മുടെ തൊഴിലുടമയുടെ ആ ഒരു സർട്ടൺ ബഡ്ജറ്റ് അവരുടെ മനസ്സിലുണ്ടായിരിക്കണം അല്ലെ. വിച്ച് മൈറ്റ് ബി ഔട്ട്സ് ഓഫ് ദിയർ കൺട്രോൾ, അവരുടെ നിയന്ത്രണത്തിന് പുറത്ത് അവരുടെ ആ ഒരു സർട്ടൺ ബഡ്ജറ്റ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് സാലറി ഇൻക്രിമെന്റ് വേണം, ശമ്പള വർധനവിന് വേണ്ടി നമ്മ നെഗോസിയേഷൻ നടത്താണെങ്കിലും ആ ഒരു കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി കൂടി അവർ മനസ്സിലാക്കണ്ടേ, അവർ കണക്കിലെടുക്കണ്ടേ. ഇപ്പൊ നമ്മ സാലറി ഇൻക്രിമെന്റ് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളും സാലറി ഇൻക്രിമെന്റ് ചോദിക്കില്ലേ? ഉണ്ടോ? സാലറി ഇൻക്രിമെന്റ് ചോദിക്കും. അപ്പൊ എല്ലാവർക്കും സാലറി ഇൻക്രിമെന്റ് കൊടുക്കാം എന്നുള്ളത് ചിലപ്പോ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു കമ്പനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? എല്ലാവർക്കും അതൊരു വലിയ ബഡ്ജറ്റിലേക്ക് അവരെ നയിക്കും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യം കൂടി നമ്മ മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെ ഒരു നെഗോസിയേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ ആണോ? അപ്പൊ നമ്മ എന്ത് ചെയ്യണം, ന്യായമായ രീതിയിലായിരിക്കണം ആ ഒരു പേ റൈസ് നടത്താനായിട്ട്. നമുക്ക് അവർക്ക് പറ്റാത്ത ഒരു സാലറി ഇൻക്രിമെന്റ് നമുക്ക് ചോദിക്കാൻ പറ്റുമോ? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ നോക്കിയിട്ട് വേണം. ഓക്കെ. അപ്പൊ എന്താണ്, അവർക്ക് പറ്റാത്തൊരു രീതിയിൽ നമ്മൾ സാലറി ഇൻക്രിമെന്റ് ചോദിക്കാൻ പറ്റുമോ? ഇപ്പൊ ഒരു കമ്പനിയിൽ ഇല്ല അല്ലെ, അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാലറി ഇൻക്രിമെന്റ്, ന്യായമായ രീതിയിലുള്ള ഒരു പേ റൈസ് ആയിരിക്കണം അവരുടെ അടുത്ത് നമ്മൾ ചോദിക്കുന്നതിന് വേണ്ടി. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത്
when negotiation with a contractor, നമ്മൊരു കോൺട്രാക്ടറുമായിട്ട് അല്ലെ കരാറുകാരനുമായിട്ട് ഒരു നെഗോസിയേഷൻ നടത്തുമ്പോൾ remember that both their time and resources have value reflected in the payment they received. അല്ലെ നമ്മൾ കോൺട്രാക്ടറിൽ നിന്ന് എന്താണ് സാധനങ്ങളാണ് വാങ്ങുന്നത് അല്ലെ ഒരു കോൺട്രാക്ടറിൽ നിന്ന് അല്ലെ. അപ്പൊ ആ കോൺട്രാക്ടർ നമ്മളിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു പേയ്മെന്റിൽ എന്ത് കാര്യങ്ങൾ കൂടിയുണ്ട്, അവരുടെ ആ റിസോഴ്സുകളും അവരുടെ ഒരു സമയവും അതിൽ അവർ ചെലവാക്കിയിട്ടുണ്ടോ അതുകൂടി നമ്മൾ കണക്കിലാക്കിയിട്ട് വേണം കോൺട്രാക്ടറുമായിട്ട് നെഗോസിയേഷൻ നടത്താൻ. ഇപ്പൊ നമ്മൊരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ നമ്മ എന്തെങ്കിലും അവരുണ്ടാക്കി എന്തെങ്കിലും ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ അവർ അതിനു വേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് അല്ലെ, അത് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് അല്ലേ. അപ്പൊ അവരുടെ ആ എഫേർട്ട് കൂടി നമ്മൾ കണക്കിലെടുത്തിട്ട് വേണ്ടേ വേണം അല്ലെ. അപ്പൊ എന്താണ് പറയുന്നത്, എന്താണ് വെൻ നെഗോസിയേഷൻ വിത്ത് എ കോൺട്രാക്ടർ അല്ലെ, നമ്മൊരു കോൺട്രാക്ടറുമായിട്ട് ഒരു ചർച്ച നടത്തുമ്പോൾ ഒരു നെഗോസിയേഷൻ നടത്തുമ്പോൾ നമ്മ എന്തോർത്തിരിക്കാന്ന്, വാങ്ങുന്ന ആൾ എന്തോർത്തിരിക്കാന്ന്, നമ്മ കൊടുക്കുന്ന ആ ഒരു പേയ്മെന്റിൽ അല്ലെ ആ ഒരു പൈസയില് മറ്റേ ആളുടെ നമ്മുടെ ഒപ്പോസിറ്റ് നിൽക്കുന്ന ആ കോൺട്രാക്ടറുടെ സമയവും അവരുടെ റിസോഴ്സുകളും ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് വേണം നമ്മ ആ ഒരു നെഗോസിയേഷൻ നടത്താൻ. ഓക്കെയാണോ? ഓക്കെയാണോ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് remember that all sides in a negotiation often have a similar goal. അല്ലെ ഒരു ചർച്ചയിൽ ഇപ്പൊ നമ്മൊരു നെഗോസിയേഷൻ നടത്തുമ്പോൾ എല്ലാ കക്ഷികൾക്കും പലപ്പോഴും സമാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് ഓർക്കുക അല്ലെ. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഗോൾസും എയിംസുകളും ഉണ്ട് അല്ലെ. Remember that all sides in a negotiation have a similar goal. അല്ലെ ഒരു നെഗോസിയേഷനിൽ പങ്കെടുക്കുന്ന രണ്ട് പാർട്ടിക്കാർക്കും അവരുടേതായിട്ടുള്ള ഗോൾസുകളില്ലേ. അപ്പൊ അങ്ങനെ അവരുടേതായിട്ടുള്ള ഗോൾസുകൾ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. In a negotiation that usually means that both sides feel that what they receive is fair. അല്ലെ എന്താണ് അതിനർത്ഥം, എന്താണ് in a negotiation ആ ഒരു നെഗോസിയേഷൻ കൊണ്ട് തങ്ങൾക്ക് ന്യായമായിട്ടുള്ളത് അല്ലെ നമുക്ക് അഭികാമ്യമായിട്ടുള്ളത് നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഇരുപക്ഷവും കരുതുക അല്ലെ. അങ്ങനെയല്ലേ, രണ്ടുപേർക്കും ബെനിഫിറ്റ്സ് ആണ്, രണ്ടുപേർക്കും ലോസ് ഉണ്ടായിട്ടില്ല, ലാഭമാണ് ഉണ്ടായതെങ്കിൽ എന്താണ് രണ്ടുപേർക്ക് അഭികാമ്യമായിട്ടുള്ളതല്ലേ ആ ഒരു നെഗോസിയേഷൻ കൊണ്ട് ലഭിക്കുന്നത്, ആ ഒരു വിൻ വിൻ നെഗോസിയേഷൻ കൊണ്ട് ലഭിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, തങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത് ന്യായമാണെന്ന് അല്ലെ, നമുക്ക് രണ്ടുപേർക്കും ലഭിച്ചിരിക്കുന്നത് അഭികാമ്യമായിട്ടുള്ളതാണെന്ന് ഇരുപക്ഷവും കരുതുക. ഓക്കെയാണോ? ഓക്കെയാണോ? ഓക്കെ. ഇപ്പൊ മിസ് ശമ്പള വർധനവ് പറഞ്ഞു. അപ്പൊ എന്താണ് നമ്മുടെ രണ്ടുപേർക്കും ഈക്വൽ ആയിട്ട് ബെനിഫിറ്റ്സ് അല്ലേ ലഭിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ, നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? എംപ്ലോയീസിന് എന്താണ് പ്രൊമോഷനും കിട്ടിയിട്ടുണ്ട്, സാലറി ഇൻക്രിമെന്റും കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ എംപ്ലോയറിനെ സംബന്ധിച്ച് എന്താണ്, അവർക്ക് ഒരു കുറച്ച് പൈസ കൂടുതൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് കുറച്ച് വർക്ക് കൂടി കൂടുതൽ ചെയ്യിക്കുന്നുണ്ട് അല്ലെ, കുറച്ചും കൂടി എഫേർട്ട് എടുപ്പിക്കുന്നുണ്ട്. ആണോ? അല്ലെ. അപ്പൊ രണ്ടുപേർക്ക് ന്യായമായിട്ടുള്ളത് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഇവാലുവേറ്റ് യുവർ എക്സ്പെക്ടേഷൻ അല്ലെ, നമ്മുടെ എക്സ്പെക്ടേഷൻസ് നമ്മുടെ പ്രതീക്ഷകൾ എന്താണെന്ന് നമ്മൾ ആദ്യം തന്നെ ഒന്ന് വിലയിരുത്താം, ഇവാലുവേറ്റ് ചെയ്യുക അല്ലെ. Since a win-win resolution means that both sides think the outcome is beneficial, it's important to make sure that what you expect from the other party is fair to them. വിൻ-വിൻ റെസൊല്യൂഷൻ അർത്ഥമാക്കുന്നത്
ഫലം പ്രയോജനകരമാണെന്ന് അല്ലെ, നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഔട്ട്കംസ് പ്രയോജനകരമാണെന്ന് ഇരുപക്ഷികളും കരുതുന്നു അല്ലെ. അല്ലെ, അങ്ങനെയാണ് നമ്മ പറഞ്ഞത് അല്ലെ. രണ്ടുപേർക്കും ഒരുപോലെ ബെനിഫിറ്റ്സ് ആകുന്ന ഔട്ട്കം ആയിരിക്കും ലഭിക്കുന്നത് അല്ലെ. അവിടെ ആർക്കും പരാജയം സംഭവിക്കുന്നില്ല അല്ലെ. പരാജയം സംഭവിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്, രണ്ടു കൂട്ടർക്കും ആ ഒരു ഫലം അതുകൊണ്ട് ലഭിക്കുന്ന ആ ഒരു ഔട്ട്കംസ് എന്താണ്, പ്രയോജനകരമാണെന്ന് ഇരുപക്ഷവും കരുതുന്നു. എന്നതിനാല് എന്താണ്, മറ്റുള്ളവരിൽ നിന്ന് ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ടു മേക്ക് ഷുവർ ദാറ്റ് വാട്ട് യു എക്സ്പെക്ട് ഫ്രം ദി അതർ പാർട്ടി ഈസ് ഫെയർ ടു ദം അല്ലെ. നമ്മ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിച്ചത്, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പാർട്ടിയിൽ നിന്ന് നമ്മ എക്സ്പെക്ട് ചെയ്തത് അല്ലെ, നമ്മ പ്രതീക്ഷിക്കുന്നത് അവർക്ക് ന്യായമാണെന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ് അല്ലെ. നമ്മ ആ ഒരു പാർട്ടിയിൽ നിന്ന് ഇന്ന പൈസക്ക് കിട്ടും, ഇന്ന പോസ്റ്റിന് കിട്ടും, ഇന്ന ലീഡ് ടൈമിന് കിട്ടും എന്ന് നമ്മ പ്രതീക്ഷിക്കുന്നത് അവർക്കും കൂടി ന്യായമാണെന്ന് ഉറപ്പാക്കണ്ടേ ആ ഒരു പോസ്റ്റിന് തരാൻ. അവർക്ക് നഷ്ടമൊന്നും ഇല്ല, അവർക്കും ലാഭം കിട്ടുന്നു കൂടി നമ്മ ഉറപ്പുവരുത്തണ്ടേ. അപ്പൊ എന്താണ്, നമ്മ അവരിൽ നിന്ന് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവർക്കും കൂടി ലാഭമാണെന്ന്, അവർക്കും കൂടി പ്രയോജനകരമാണെന്ന് ഉറപ്പാക്കുക. ഓക്കെയാണോ? അത് പ്രധാനമാണ്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത്, ഇഫ് എൻ എംപ്ലോയി വിഷസ് ടു നെഗോസിയേറ്റ് എ പേ റൈസ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എംപ്ലോയീസ് എന്ത് ചെയ്യാണ്, പേ റൈസിന് വേണ്ടി വിഷസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഹെൽപ്ഫുൾ ടു റിമെമ്പർ ദ വർക്ക് എക്സ്പെക്ടഡ് ഓഫ് ദം ആൻഡ് ഇവാലുവേറ്റ് അല്ലെ. അവരിൽ നിന്ന് ആ ഒരു പ്രതീക്ഷിക്കുന്ന, നമ്മളിൽ നിന്ന്, നമ്മൾ ഒരു എംപ്ലോയി ആണെങ്കിൽ നമ്മ ഒരു പേ റൈസിന് വേണ്ടി നമ്മ നെഗോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്മ എന്ത് ചിന്തിക്കണം, നമ്മളിൽ നിന്ന് ആ ഒരു പ്രതീക്ഷിക്കുന്ന ആ ഒരു ജോലി, ആ ഒരു എഫേർട്ട് നമ്മ എടുക്കുന്നുണ്ടോ എന്ന് കൂടി നമ്മ വിലയിരുത്തണ്ടേ. വർക്ക് ലോഡ്, നമുക്ക് വർക്ക് കൂടുതലുണ്ടോ അല്ലെ, നമ്മ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ. വെറുതെ രാവിലെ ഒരു 10 മണി, ഒരു 9:30 ഞാൻ വന്ന് എന്റെ ഓഫീസിൽ ഇരിക്കുന്നുണ്ട്, എന്തൊക്കെയോ കാണിക്കൂട്ടുന്നുണ്ട്, ഒരു 4-5 മണി ആകുമ്പോഴേക്കും, ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഞാൻ സൈൻ ഔട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് സാലറി ചോദിക്കാൻ പറ്റോ, ഇൻക്രിമെന്റ് ചോദിക്കാൻ പറ്റോ? നമ്മ എടുക്കുന്നുണ്ടോ അവിടെ, നമ്മുടെ എഫേർട്ട് എടുക്കുന്നുണ്ടോ അവിടെ, നമ്മ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലെ. പക്ഷെ അപ്പൊ നമ്മ സാലറിക്ക് ഇൻക്രിമെന്റിന് വേണ്ടി, നമ്മുടെ പേ റൈസ് ശമ്പള വർധനവിന് വേണ്ടി നമ്മ നെഗോസിയേഷൻ ചെയ്യാനായിട്ട് നമ്മ വിചാരിക്കുമ്പോൾ നമ്മ എന്തുകൂടി ചിന്തിക്കുക, എന്തുകൂടി ഇവാലുവേറ്റ് ചെയ്യുക. ഇറ്റ്സ് ഹെൽപ്ഫുൾ ടു റിമെമ്പർ ദ വർക്ക് എക്സ്പെക്ടഡ് ഓഫ് ദം ആൻഡ് ഇവാലുവേറ്റ് അല്ലെ. നമ്മളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന ആ ഒരു ജോലി നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, whether the pay reflects the value of that work to you അല്ലെ. ആ ഒരു പേയില് നമ്മുടെ ആ ഒരു വർക്കിന് നമുക്കിപ്പോ 20,000 രൂപ ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 25,000 രൂപ നമുക്ക് സാലറി ലഭിക്കുന്നുണ്ടെങ്കിൽ ആ സാലറിയിൽ എന്താണ് റിഫ്ലക്ട് ചെയ്യുന്നത്? ആ ജോലിയുടെ മൂല്യമാണ് അല്ലെ. വാല്യൂ ഓഫ് ദാറ്റ് വർക്ക് ടു യു അല്ലെ. നമ്മ ചെയ്യുന്ന ജോലിയുടെ മൂല്യം അല്ലെ, നമ്മ അത് എത്രത്തോളം ചെയ്യുന്നുണ്ട്, അതിന് എത്രത്തോളം എഫേർട്ട് ഉണ്ട് അല്ലെ, അത് എത്രത്തോളം ഉള്ള വർക്കാണ് അല്ലെ. ആണോ? അപ്പൊ എന്താണ്, ഒരു പേയിൽ അല്ലെ, ഒരു ശമ്പളത്തില്, ഒരു കൂലിയില് ആ ജോലിയുടെ മൂല്യം എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഇൻ ദ കോൺട്രാക്ടർ എക്സാമ്പിൾ, ഒരു കോൺട്രാക്ടറിന് എക്സാമ്പിൾ ആയിട്ട് എടുക്കുമ്പോൾ, വെദർ യു എക്സ്പെക്ട് സംതിങ് ബിയോണ്ട് ദെയർ ഒറിജിനൽ എസ്റ്റിമേറ്റ് ആൻഡ് മേക്ക് അഡ്ജസ്റ്റ്മെന്റ് അല്ലെ. നമ്മ ഒരു കോൺട്രാക്ടറുടെ എക്സാമ്പിൾ എടുക്കുമ്പോൾ നമ്മ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന you expect something beyond their original estimate. നമ്മുടെ ഒറിജിനൽ എസ്റ്റിമേറ്റുമായിട്ട് നമ്മ അവരിൽ നിന്ന് പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ടാവും അല്ലെ. അതിൽ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്താം. ഇപ്പൊ നമ്മൾ കോൺട്രാക്ടറുമായിട്ട് ഒരു ഡീല് നടത്തുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? ആ ഒരു എസ്റ്റിമേറ്റില് ടൈം ഉണ്ടാവും, കോസ്റ്റ് ഉണ്ടാവും, പ്രോഡക്റ്റിന്റെ ക്വാണ്ടിറ്റി ഉണ്ടാവും, ക്വാളിറ്റി ഉണ്ടാവും അല്ലേ. ഉണ്ടാവോ?
ഉണ്ടാവും. അപ്പൊ നമ്മ അതിൽ അഡ്ജസ്റ്റ്മെന്റ് വരുത്താറില്ലേ? ആ ഒരു ഡീല് നടത്താനായിട്ട് അതിൽ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്താറില്ലേ? ഡീൽ ഓക്കെ ആക്കാനായിട്ട് ഉണ്ട് അല്ലേ? അപ്പൊ എന്താണ്, ഒരു കോൺട്രാക്ടറുടെ എക്സാമ്പിൾ എടുക്കുമ്പോൾ എന്താണ്, വെദർ യു എക്സ്പെക്ട് സംതിങ് ബിയോണ്ട് ദിയർ ഒറിജിനൽ എസ്റ്റിമേറ്റ് അല്ലെ? നമ്മുടെ ആ ഒരു ഒറിജിനൽ എസ്റ്റിമേറ്റിൽ നിന്ന് നമ്മ എന്താണ് പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അതിൽ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തുക. ഓക്കെ ആണോ? എസ്റ്റിമേറ്റിനപ്പുറം. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ക്രിയേറ്റ് മ്യൂച്വലി ബെനിഫിഷ്യൽ ഓപ്പർച്യൂണിറ്റീസ്. എന്ത് ചെയ്യണം? രണ്ടുപേർക്കും ഒരുപോലെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള അവസരങ്ങളായിരിക്കണം അല്ലെ ഉണ്ടാകേണ്ടത് അല്ലെ? അപ്പൊ എന്താണ്, മ്യൂച്വലി ബെനിഫിഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക അല്ലെ, സൃഷ്ടിക്കുക. അതിൽ എന്തൊക്കെയാ പറയുന്നത് നോക്കിയേ. ഇഫ് ദി നെഗോസിയേഷൻ don't seem to include a way of reaching win-win situation, it's sometimes possible to create a new situation that does. ചർച്ചകളില് നമ്മുടെ ആ ഒരു നെഗോസിയേഷനില് വിൻ വിൻ സിറ്റുവേഷനിൽ എത്തുന്നതിനുള്ള ഒരു മാർഗം ഉൾപ്പെടുന്നില്ലെന്ന് തോന്നുമ്പോൾ എന്താണ്, നമ്മൾ പുതിയ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് പറഞ്ഞ പോലെ, നേരത്തെ മിസ് പറഞ്ഞ പോലെ പേ റൈസ് ചെയ്യാൻ എംപ്ലോയി പറഞ്ഞപ്പോഴും എന്ത് ചെയ്തു? പ്രൊമോഷൻ കൊടുത്തു അല്ലെ? പേ റൈസ് ചെയ്തില്ല. പേ റൈസ് ചെയ്തോ? അവര് ആ ഒരു പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് പേ റൈസ് ചെയ്തോ? ഇല്ല. അവർക്ക് എന്ത് കൊടുത്തു? പ്രൊമോഷൻ കൊടുത്തു അല്ലെ? അതൊരു പുതിയ സാഹചര്യമല്ലേ അവർ ക്രിയേറ്റ് ചെയ്തത് അല്ലെ? പുതിയ സിറ്റുവേഷൻ ആണ് അല്ലെ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ എന്താണ്, നമ്മുടെ ആ ഒരു വിൻ വിൻ ആ ഒരു സിറ്റുവേഷനിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ട്, അതിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിൽ നമ്മ എന്ത് ചെയ്യാം? നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു പുതിയ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, ഇനി ബിസിനസ് നെഗോസിയേഷൻ, നമ്മുടെ ഒരു ബിസിനസിന്റെ നെഗോസിയേഷനിൽ ദിസ് ക്യാൻ മീൻ creating a path to promotion for a hard-working employee who desires more pay that can't currently fit into the company budget. എന്താണ് ഇപ്പൊ മിസ് പറഞ്ഞ പോലെ ഒരു ബിസിനസ് നെഗോസിയേഷൻ ആണെങ്കിൽ എന്താണ്, നമ്മുടെ കമ്പനിയുടെ ബഡ്ജറ്റില് നിലനിർത്താൻ അല്ലെ, നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ, നിലവിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആ ഒരു സാഹചര്യത്തിൽ ആള് പേ റൈസ് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ശമ്പളം ആഗ്രഹിക്കുന്ന കഠിനാധ്വാനിയായിട്ടുള്ള ഒരു ജീവനക്കാരന് എന്ത് ചെയ്യുക? പ്രൊമോഷൻ കൊടുക്കുക അല്ലെ? ക്രിയേറ്റിംഗ് പാത്ത് ടു പ്രൊമോഷൻ അല്ലെ? അവർക്ക് ആ ഒരു പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് നമുക്ക് സാലറി ഇൻക്രിമെന്റ് കൊടുക്കാൻ സാധിക്കില്ല അല്ലെ? എന്താണ്, നമുക്ക് അതൊരു ബഡ്ജറ്റിന് നമുക്ക് പറ്റുന്നത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തതാണ്. നമുക്ക് പ്രതീക്ഷകളുടെ അപ്പുറമാണെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് ചെയ്യും? പ്രൊമോഷൻ കൊടുത്തിട്ട് അവരെ സാറ്റിസ്ഫൈഡ് ആക്കുക. ഓക്കെ ആണോ? മിസ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇവിടെ ഒന്നുകൂടി പറഞ്ഞേക്കുന്നു എന്നുള്ളൂ കേട്ടോ. അപ്പൊ നോക്കിയേ, ദിസ് ക്യാൻ ഹെൽപ്പ് യു പ്രൊട്ടക്ട് ദ ബഡ്ജറ്റ് ഇൻ എ ഷോർട്ട് ടേം വൈൽ പ്രൊവൈഡിങ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഇംപ്രൂവ് ബിസിനസ് ബൈ ഗിവിംഗ് ആൻ എക്സലന്റ് എംപ്ലോയി മോർ റെസ്പോൺസിബിലിറ്റി ഫോർ മോർ ദാൻ വൺ അല്ലെ? മിസ് നേരത്തെ പറഞ്ഞത് തന്നെ എന്താണ്, അത് നമ്മുടെ കുറച്ച് നാൾ ഷോർട്ട് ടേമിലേക്കുള്ള ആ ഒരു ബഡ്ജറ്റ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനും സംരക്ഷിക്കാനും കൂടാതെ അല്ലെ ആ ഒരു എക്സലന്റ് എംപ്ലോയിക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്? കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അല്ലെ, കൂടാതെ കൂടുതൽ വർക്കുകൾ, റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? കൊടുക്കാൻ പറ്റുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണ്, മികച്ച ജീവനക്കാരൻ ആ ഒരു എന്താണ് എക്സലന്റ് എംപ്ലോയിക്ക്, ആ ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള എംപ്ലോയിക്ക് എന്താണ് ഒന്നിലധികം ഉത്തരവാദിത്തങ്ങൾ നൽകി എന്താണ് ബിസിനസ് മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾ കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? ആ ഒരു കഠിനാധ്വാനി ആയിട്ടുള്ള അല്ലെ, ഒരു ഹാർഡ് വർക്കർ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സലന്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയീസിന് അവർ ആ ഒരു പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല? കൂടുതൽ ഇൻക്രിമെന്റ് കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ ബഡ്ജറ്റില് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അവർക്ക് പ്രൊമോഷൻ നൽകി എന്ത് ചെയ്യുക? അവരെന്താണ് ആ ഒരു ബിസിനസ്സിൽ അവരെ കൊണ്ട് കൂടുതൽ റെസ്പോൺസിബിലിറ്റി, കൂടുതൽ വർക്കുകളൊക്കെ കൊടുത്തുകൊണ്ട് നമ്മുടെ ബിസിനസ് എന്താണ് മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾ ഉൾപ്പെടുത്തുക. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. റിമെയിൻ ഒബ്ജക്റ്റീവ്സ് അല്ലെ?
During negotiation, നമുക്ക് ചർച്ചകൾക്കിടയിൽ it's best to keep a focus on the objective facts of that specific situation instead of potential outcomes. അല്ലെ, നമുക്ക് ആ ഒരു സാധ്യതയുള്ള ഔട്ട്കംസിന് പകരം ആ ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള നമുക്ക് കൂടുതൽ എന്തിലേക്കാണോ ഒരു ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ഔട്ട്കംസിന് പകരം ആ ഒരു പ്രത്യേക സാഹചര്യത്തില് വസ്തുനിഷ്ഠമായ വസ്തുതകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. ഇപ്പൊ നമ്മൾ ചില സിറ്റുവേഷനിൽ നമ്മ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മ ഈ ഹോൾസെയിൽ ആയിട്ടൊക്കെ സാധനങ്ങൾ എടുക്കാൻ പോകാറുണ്ട് അല്ലെ, പോകാറുണ്ടോ? എന്തെങ്കിലും സാധനങ്ങൾ മാർക്കറ്റിലൊക്കെ പോയിട്ട് മേടിക്കാറുണ്ട് ആരെങ്കിലും? മേടിക്കാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മ ആ ഒരു 12 ഒരു അല്ലെ ആ ഒരു 12 സെറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരുപാട് പൈസ കുറവിന് കിട്ടും അല്ലേ? അല്ലെ അല്ലെ അവിടെ എന്താണ് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാകുന്നത്? ലാഭമാണ് അല്ലെ. ചിലപ്പോ നമ്മ ആ ഒരു പീസ് നമ്മ എത്ര രൂപക്കായിരിക്കും വാങ്ങുന്നത്? 100 രൂപക്കായിരിക്കും വാങ്ങുന്നത്. പക്ഷെ നമ്മ അത് 12 പീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 1000 രൂപക്ക് അല്ലെങ്കിൽ ഒരു 950 രൂപക്ക് കിട്ടുമെങ്കിൽ അവിടെ ആർക്കാണ് ലാഭം? നമുക്ക് ലാഭമല്ലേ കിട്ടുന്നത്? 200 രൂപ 250 രൂപ നമുക്ക് ലാഭമാണ് അല്ലെ? അങ്ങനെ അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു ബെസ്റ്റ് ഔട്ട്കംസ് ആ ഒരു സാധ്യതയുള്ള ഫലത്തില് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? ആ ഒരു പ്രത്യേക സാഹചര്യത്തില് വസ്തുനിഷ്ഠമായിട്ടുള്ള എന്താണ് വസ്തുതകളില് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓക്കെയാണോ? ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലുകാരൊക്കെ സാധനങ്ങൾ എങ്ങനെയാ എടുക്കുന്നത്? ബൾക്കായിട്ടായിരിക്കും എടുക്കുന്നത് അല്ലെ അല്ലെ. അപ്പൊ അങ്ങനെ അവർക്ക് ശ്രദ്ധ എന്താണ് ഒരെണ്ണം മേടിക്കുന്നതിന് പകരം കൂടുതൽ മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ കോസ്റ്റ് കുറവല്ലേ വരുന്നത്? കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാം അല്ലെ, പ്രോഫിറ്റ് കൂട്ടാം. ആണോ? പ്രോഫിറ്റ് കൂട്ടാം അല്ലേ? അപ്പൊ അങ്ങനെയുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള ആ ഒരു പ്രത്യേക സിറ്റുവേഷനില് ചിലപ്പോ ഇപ്പൊ സപ്ലയേഴ്സുമായിട്ട് അവര് ചർച്ച നടത്തുമ്പോ പറയും നിങ്ങള് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്ര ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ ഇത്ര പ്രൈസിന് തരാം. അപ്പൊ എന്ത് ചെയ്യണം? അയ്യോ പറ്റില്ല, ഞങ്ങൾ 100 രൂപക്ക് അല്ലെങ്കിൽ 120 രൂപക്ക് മേടിക്കാനാണ് ഉദ്ദേശിച്ചു വന്നത്, അത്രയും മാത്രം മതി എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റുമോ? പെട്ടെന്ന് തീരുമാനം എടുക്കണം അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ആ ഒരു പ്രത്യേക സാഹചര്യത്തില് വസ്തുനിഷ്ഠമായ വസ്തുതകളിലെ ആ ഒരു സിറ്റുവേഷൻ കണക്കിലെടുത്തുകൊണ്ട് അവർ ഡിസിഷൻ എടുക്കാം. ഓക്കെയാണോ? അവർക്ക് പ്രോഫിറ്റ് ലഭിക്കുന്ന രീതിയില് അവര് നഷ്ടം ലഭിക്കാത്ത രീതിയിൽ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുക. ഓക്കെയാണോ? എന്താണ് മുമ്പില്ലാത്തെ? എല്ലാവർക്കും ഓക്കെയാണോ? നെക്സ്റ്റ്, these facts might feature things such as, നോക്കിയേ ഈ വസ്തുതകളില് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫാക്ട്സുകളിലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. ഏതൊക്കെയാണ്? ദ ആക്ച്വൽ വർക്ക് കംപ്ലീറ്റഡ് ആൻഡ് ഇറ്റ് സക്സസ്, യഥാർത്ഥ ജോലി പൂർത്തിയാക്കുകയും അതിന്റെ വിജയം, ആ ഒരു നെഗോസിയേഷൻ നമ്മൾ എങ്ങനെ പൂർത്തിയാക്കി, അല്ലെങ്കിൽ ആ ഒരു പർച്ചേസിങ് എങ്ങനെ പൂർത്തിയാക്കി, അതിന്റെ വിജയം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങള്. ദ എസ്റ്റാബ്ലിഷ്ഡ് പേ റേറ്റ്സ് അല്ലെ, നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്ഥാപിത നിരക്കുകൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മൾ സാലറി ഇൻക്രിമെന്റ് പറയുമ്പോൾ അതിനൊരു നിരക്കില്ല, സർട്ടൻ നിരക്കുണ്ട്. അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഒരു നിരക്ക് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ അതിൽ ഉൾപ്പെടുത്തണം. നെക്സ്റ്റ് പറയുന്നത് വർക്ക് കംപ്ലീറ്റഡ് ബിയോണ്ട് ഡിസ്ക്രിപ്ഷൻ ആൻഡ് എംപ്ലോയീസ് ജോബ് അല്ലെ. നാല് എംപ്ലോയിയുടെ ജോബിൽ പറയുന്ന റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവുമല്ലോ, ഉത്തരവാദിത്തങ്ങള്. അപ്പൊ അതിനപ്പുറം ചെയ്യാം. ഇപ്പൊ നമ്മ പറഞ്ഞു ഹാർഡ് വർക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സലന്റ് ആയിട്ടുള്ള, രണ്ടാമത് പറഞ്ഞുതരാം കേട്ടോ. എക്സലന്റ് ആയിട്ടുള്ള ജോലിക്കാരെന്ത് ചെയ്യും? അവരവരുടെ റെസ്പോൺസിബിലിറ്റിക്ക് അപ്പുറം ജോലി ചെയ്യും അല്ലേ? ആണോ? അങ്ങനെയാണോ ചെയ്യുന്നത്? സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യും അല്ലേ? കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരു കുറ്റങ്ങളും തെറ്റുകളും പറയാൻ പറ്റാത്ത രീതിയിൽ അല്ലെ. അപ്പൊ എന്താണ്? വർക്ക് കംപ്ലീറ്റഡ് ബിയോണ്ട് ഡിസ്ക്രിപ്ഷൻ ആൻഡ് എംപ്ലോയീസ് ജോബ്, അവരാ ഒരു എംപ്ലോയിയുടെ ആ ഒരു തൊഴിലാളിയുടെ ആ ഒരു ജോലിയിൽ പറയുന്ന റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങളിൽ കൂടുതൽ അവർ വർക്ക് ചെയ്യുക. നെക്സ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് എന്താണ്? ദ എസ്റ്റാബ്ലിഷ്ഡ് പേ റേറ്റ്സ് അല്ലെ. നമ്മൊരു നിശ്ചിത എമൗണ്ട് പറയുന്നുണ്ടാവൂലേ എന്ത് കാര്യത്തിനും? മാനേജർക്ക് ഇത്ര രൂപ അല്ലെങ്കിൽ എംപ്ലോയിക്ക് ഇത്ര രൂപ സാലറി എന്ന് പറയുന്നുണ്ടാവൂലേ.
അത് കണക്കിലെടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ പർച്ചേസിങ്ങിന് പോകുമ്പോൾ ആ ഒരു സപ്ലയറിന്റെ അടുത്ത് നമുക്ക് ഉണ്ടാവും അല്ലെ, ആ ഒരു പ്രോഡക്റ്റ് ഇത്ര രൂപക്ക് വാങ്ങാം എന്നുണ്ടാവുമല്ലോ നമ്മുടെ മനസ്സിലാവോ, ആ ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു മെഷീനറീസ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മ ഓർത്ത് വെക്കാം കേട്ടോ ഫാക്ട്സിൽ. നെക്സ്റ്റ് പറയുന്നത് എനി പ്രീവിയസ് എസ്റ്റിമേറ്റ് ഓൺ അൺറിട്ടേൺ എഗ്രിമെന്റ്സ് അല്ലെ. നമ്മ പ്രീവിയസ് ആയിട്ടുള്ള എഗ്രിമെന്റുകൾ നോക്കുക, അതിലെങ്ങനെയാണ് നമ്മ പർച്ചേസ് ചെയ്യുന്നത്, എത്ര കോസ്റ്റിനാണ്, എത്ര ഡെലിവറി ടൈമിനാണ്, എത്ര ക്വാണ്ടിറ്റി, എത്ര ക്വാളിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓർ അൺറിട്ടേൺ എഗ്രിമെന്റ് അല്ലെ, നമ്മ എഴുതാത്ത എഗ്രിമെന്റുകൾ, കരാറുകളോ അങ്ങനെ നമ്മ എന്താണ് വെൻഡേഴ്സിന്റെ ഡയറി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു അല്ലെ, ഇവാലുവേഷൻ റെക്കോർഡുകൾ അല്ലെ, ഓർമ്മയുണ്ടോ അതൊക്കെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നോക്കി ഉറപ്പാക്കിയിട്ട് വേണം നമ്മ ഈ ഒരു ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് consider whether their solution is in just fair to the parties involved, but that it's fair when accounting for the objective facts. Objective acts. Consider whether their solution is just fair to the parties involved. അല്ലെ, അവരുമായി ഉൾപ്പെട്ടിരിക്കുന്ന ആ ഒരു എന്താണ് കക്ഷികൾ തമ്മിലുള്ള പരിഹാരം ന്യായമല്ലെങ്കിൽ, ഇപ്പൊ ഞാനും ഇപ്പൊ ശ്രീജിത്തും തമ്മിലുള്ള പറഞ്ഞു ഒരു ബിസിനസ് നടത്തിയെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിലൊക്കെ ഉൾപ്പെട്ടിരിക്കുന്ന ആ ഒരു പരിഹാരം തമ്മിലുള്ള പരിഹാരം ന്യായമല്ലെങ്കിൽ വസ്തുനിഷ്ഠമായ പ്രവൃത്തികൾ കണക്കിലെടുക്കുമ്പോൾ അത് ന്യായമാണെന്ന് പരിഗണിക്കുക. എന്ന് വെച്ചാൽ ഇപ്പൊ മിസ് പറഞ്ഞു, ഇപ്പൊ ഞാനും ശ്രീജിത്തും കൂടി ഒരു ബിസിനസ് തുടങ്ങി, അതിൽ ബിസിനസ് ശരിക്കും ഞങ്ങൾ പാർട്ട്ണർഷിപ്പ് പ്രോഫിറ്റ് ഷെയർ ചെയ്തത് എങ്ങനെയാണ്? ഈക്വൽ ആയിട്ടാണോ? ഷെയർ അല്ല, 60% ശ്രീജിത്ത് കൊടുത്തു, 40% ഞാൻ എടുത്തു. ശരിക്കും പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അത് ഫെയർ ആയിട്ട് തോന്നോ? ഈക്വൽ അല്ല. ആൾക്ക് അല്ലെ, ഒരാൾക്ക് കൂടുതലും കൊടുത്തു, ഒരാൾക്ക് കുറവെടുത്തു. പുറത്തു നിൽക്കുന്ന പാർട്ടിക്ക് എങ്ങനെയാണ് തോന്നുന്നത്? അത് ഫെയർ ആയിട്ട് തോന്നോ? ന്യായമായിട്ട് തോന്നോ? ഇല്ല. പക്ഷെ നമ്മൾ ശരിക്കും വസ്തുനിഷ്ഠമായിട്ട് അതിലുള്ള കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ അത് ഫെയർ അല്ലേ, ന്യായമല്ലേ? ശരിക്കും അങ്ങനെ തന്നെയല്ലേ കൊടുക്കേണ്ടത്? ശ്രീജിത്താണ് കൂടുതൽ ഇട്ടത് അല്ലേ, കൂടുതൽ മുടക്കിയത്, അപ്പൊ ആൾക്കാണ് കൂടുതൽ പ്രോഫിറ്റ് കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ എന്താണ് whether their solution is just fair to the parties involved. അതിൽ പങ്കെടുത്ത പാർട്ടികൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു സൊല്യൂഷൻ, അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റ്സ് എന്താണ്, ന്യായമില്ല എന്ന് തോന്നിയാലും പക്ഷേ ഇറ്റ് ഈസ് ഫെയർ വെൻ അക്കൗണ്ടിങ് ഫോർ ദ ഒബ്ജക്റ്റീവ് ഫാക്ട്സുകൾ അല്ലെ. ഒബ്ജക്റ്റീവ് ഫാക്ട്സുകൾ കണക്കിലെടുക്കുമ്പോൾ അത് ന്യായമാണെന്ന് അക്കൗണ്ടിങ് ഓക്കെ അല്ലേ, പരിഗണിക്കുക. ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കോ മിസ്, ഇത്ര എടുത്ത ഭാഗം ഒന്ന് വായിച്ചു നോക്കോ. ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, വായിച്ചു കഴിഞ്ഞോ? ഓക്കെ അല്ലേ?
4th 1 വരെ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എടുക്കാലോ മിസ്. ഓക്കെ, നെക്സ്റ്റ് ഡിറ്റർമിൻ യുവർ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ് അല്ലെ. നമുക്ക് നല്ല ബദല ഓൾട്ടർനേറ്റീവ്സ് ആയുള്ള കാര്യങ്ങൾ നമ്മൾ നിർണ്ണയിക്കുക അല്ലെ. ഇപ്പൊ നമ്മ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് അതല്ലാതെ എന്ത് ചെയ്യുക, അതിന് ബദലായിട്ട് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ കൂടി നിർണ്ണയിക്കുക. ഡ്യൂറിംഗ് ദ നെഗോസിയേഷൻ പ്രോസസ്, നമ്മുടെ നെഗോസിയേഷൻ പ്രക്രിയയിൽ കൺസിഡർ ക്രിയേറ്റിംഗ് എ ലിസ്റ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ് ഔട്ട്കംസ് ദാറ്റ് സ്റ്റിൽ വർക്ക് വെൽ ഫോർ യു അല്ലെ. നിങ്ങൾക്ക് നന്നായി പ്രവർത്തിക്കുന്ന, നമുക്ക് നല്ലതായിട്ട് ഡിസൈറബിൾ ആകുന്ന, അഭികാമ്യമാകുന്ന, അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ബെനിഫിറ്റ്സ് ആയിട്ടുള്ള മറ്റ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഔട്ട്കംസ് കൂടി നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ കൂടി ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. മിസ് നേരത്തെ പറഞ്ഞ പോലെ സാലറി ഇൻക്രിമെന്റ് ചോദിച്ചപ്പോ സാലറി കൊടുത്തില്ല, ആൾക്ക് എന്ത് കൊടുത്തു, പ്രൊമോഷൻ കൊടുത്തു അല്ലെ. അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? ആ ഒരു സാലറി ഇൻക്രിമെന്റ് ചോദിക്കുമ്പോൾ ആ ഒരു പ്രൊമോഷൻ അല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എംപ്ലോയർക്ക്, തൊഴിലുടമയ്ക്ക്? OT കൊടുക്കാം അല്ലെ. OT കൊടുത്തു കഴിഞ്ഞാല് ആ ഒരു OT ടൈമിൽ അവർക്ക് എന്ത് കൊടുക്കാം? സാധാ കൊടുക്കുന്നതിലും ഡബിൾ ചാർജ് കൊടുക്കാൻ പറ്റുമോ? സാധാ കൊടുക്കുന്ന സാലറിയിലും ഡബിൾ ചാർജ് കൊടുക്കാം അല്ലെ. അങ്ങനെ പല ഓൾട്ടർനേറ്റീവ്, ഒരു കാര്യത്തിന് തന്നെ പല ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ഓക്കെയാണോ? അപ്പൊ നെക്സ്റ്റ് പറയുന്നത് instead of focusing on your most desirable outcomes, it's helpful to determine which alternative outcomes might have benefits for you അല്ലെ. നിങ്ങൾക്ക് അഭിലഷണീയമായിട്ടുള്ള, നമുക്ക് കൂടുതൽ ഡിസൈറബിൾ ആയിട്ടുള്ള ആ ഒരു ഔട്ട്കമ്മിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം എന്താണ്, നമുക്ക് പ്രയോജനകരമായിട്ടുള്ള മറ്റ് ഓൾട്ടർനേറ്റീവ്സിൽ കൂടി നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാലോ. മനസ്സിലാക്കുന്നത് നമുക്ക് പ്രയോജനകരമായിരിക്കില്ലേ. നമുക്ക് ആ മോസ്റ്റ് ഡിസൈറബിൾ ആയിട്ടുള്ള ആ ഒരു ഔട്ട്കം ആ ഒരു നെഗോസിയേഷൻ കൊണ്ട് സംഭവിക്കില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മറ്റു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഔട്ട്കംസ് കൂടി നമുക്ക് അവിടെ പറയാലോ, അതിലേയും കൂടി ചർച്ച നടത്താലോ. എന്നിട്ട് അതില് നമുക്ക് പ്രയോജനകരമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക്, ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാലോ. ഇപ്പൊ മിസ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സപ്ലയേഴ്സ് പറയാണ്, നമ്മ 100 രൂപ അല്ലെങ്കിൽ 150 രൂപ ഒരു പ്രോഡക്റ്റിന് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയാണ്, നിങ്ങൾ ഒരു 10 എണ്ണം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് തരാം, ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ. അപ്പൊ അവിടെ എങ്ങനെയാണ്, രണ്ടു കൂട്ടർക്കും ബെനിഫിറ്റ്സ് ആണ് അല്ലെ. അല്ലെ, ഒരു പ്രോഡക്റ്റിന് പകരം അല്ലെ 10 പ്രോഡക്റ്റ് നിങ്ങൾ ഒരുമിച്ച് എടുക്കുക. അപ്പൊ നമ്മൾ 3 പ്രോഡക്റ്റ്, 3 എന്തെങ്കിലും എക്യുപ്മെന്റോ ചെറിയ എന്തെങ്കിലും മെഷീനറീസോ എടുക്കാനാണ് പോയത്. അപ്പൊ ടെമ്പറേച്ചർ നോക്കുന്ന ആ ഒരു തെർമോമീറ്റർ, അപ്പൊ നമ്മൾ അതെടുക്കുന്ന സമയത്ത് അവര് പറയാണ്, നിങ്ങൾ 10 എണ്ണം എടുക്കുകയാണെങ്കിൽ ഇത്ര രൂപയ്ക്ക് തരാം എന്ന് പറഞ്ഞാൽ ചിലപ്പോ അവിടെ അത് എന്തായിരിക്കും, ബെനിഫിറ്റ്സ് ആയിരിക്കും അല്ലെ. അതെടുത്തു കഴിഞ്ഞാല് അല്ലെ, നമുക്ക് സാധാരണ നമ്മ ഒരെണ്ണം വാങ്ങുന്നതിലും കുറവായിരിക്കും നമുക്ക് 10 എണ്ണം വാങ്ങുമ്പോൾ കിട്ടുന്നത് അല്ലെ. 50 രൂപയോ 60 രൂപയോ ഒരെണ്ണെത്തുമ്പോൾ തന്നെ നമുക്ക് കുറവ് കിട്ടും. അപ്പൊ അവിടെ എങ്ങനെയാണ്, ബെനിഫിറ്റ്സ് ആണോ? അവർക്ക് അത്രയും ക്വാണ്ടിറ്റി ഇല്ല, സാധനം പോകുകയും ചെയ്ത് വാങ്ങുന്ന ആൾക്ക് എന്താണ്, അത്ര കുറവിന് സാധനം ലഭിക്കുകയും ചെയ്തു അല്ലെ. ഇരു കൂട്ടർക്ക് ബെനിഫിറ്റ്സ് അല്ലേ? ആണോ? ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡിസൈറബിൾ ആയിട്ടുള്ള, നമുക്ക് മോസ്റ്റ് ഡിസൈറബിൾ ഔട്ട്കംസ് അല്ലെ, ഏറ്റവും കൂടുതൽ അഭിലഷണീയമായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കില്ല എന്ന് കണ്ടാല് നമ്മൾ എന്ത് ചെയ്യുക, ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്ത കാര്യങ്ങളിലേക്ക് കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മനസ്സിലാക്കുന്നത് സഹായിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഡിസൈഡിങ് ഓഫ് ദീസ് യു ഫീൽ എ പോസിറ്റീവ് റെസൊല്യൂഷൻ ക്യാൻ ഗിവ് യു സംതിങ് നെഗോസിയേഷൻ ടുവേർഡ്സ് of it's clear your most desirable resolution is in likely to happen. അപ്പൊ നമ്മ ഒരെണ്ണം മാത്രം വിചാരിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും, നമുക്ക് ഇത്ര രൂപക്ക് മാത്രം വാങ്ങിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇന്നത് മാത്രം ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ പോയിട്ട് അത് നടന്നില്ലേ, നമുക്ക് എന്താ ഫീൽ ചെയ്യുന്നത്,
നമുക്ക് ബാഡ് ഫീൽ ആയിരിക്കും അല്ലെ, നമുക്ക് സങ്കടം വരും അല്ലെ. നമ്മൾ എന്താ വിചാരിക്കുന്നത്, ഓ അത് നടന്നില്ല, ആ ഒരു പൈസക്ക് കിട്ടിയില്ല അല്ലെ, അങ്ങനെ പറഞ്ഞു പോരും അല്ലെ. അപ്പൊ അവിടെ എന്താണ്, നമ്മ പരാജയപ്പെടുകയാണ് അല്ലെ ചെയ്തത് അല്ലെ, അത്രയും പൈസക്ക് അത് കിട്ടിയില്ല, പരാജയപ്പെടുകയാണ് ചെയ്തത്. പക്ഷെ നമ്മൾ ഇങ്ങനെ മറ്റുള്ള ഔട്ട്കം എന്താണ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഔട്ട്കംസുകളും കൂടി അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഫീല് വരുന്നുണ്ടോ, പോസിറ്റീവ് ഫീല് തോന്നും അല്ലെ. ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചില്ലെങ്കിലും നമുക്ക് ജയിക്കാനുള്ള അല്ലെ, നമുക്ക് ബെനിഫിറ്റ്സ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ കൂടി അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ള ഒരു പോസിറ്റീവ് ഫീല് നമുക്ക് തോന്നുന്നുണ്ടോ, ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ, ലിസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ്, നമുക്ക് കൂടുതൽ നമുക്ക് മോസ്റ്റ് ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു സംഭവം ഹാപ്പൻ ചെയ്തില്ലെങ്കിലും സംഭവിച്ചില്ലെങ്കിലും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെ, നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ എത്താനായിട്ട്, ഒരു ബെനിഫിറ്റ്സ് ലഭിക്കാനായിട്ട് മറ്റു കാര്യങ്ങളും കൂടി അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ള ഒരു ഫീല് നമുക്ക് തോന്നുന്നു. നെക്സ്റ്റ് പറയുന്നത്, ബൈ ഡിസൈഡിങ് ദിസ് ഇൻ അഡ്വാൻസ് യു ക്യാൻ സ്റ്റിൽ ഫീൽ യു ഹാവ് സംതിങ് ടു വിൻ വൺസ് ദ ഒപ്റ്റിമൽ ഔട്ട്കം ഈസ് നോ ലോങ്ങർ എ ഫാക്ടർ. ഇത് മുൻകൂട്ടി നമ്മൾ ഈ ഒരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ് മുൻകൂട്ടി ലിസ്റ്റ് ചെയ്ത് തീരുമാനിക്കുന്നത്, അങ്ങനെയുള്ള മുൻകൂട്ടി തീരുമാനിക്കുന്നതിലൂടെ എന്താണ് അനുയോജ്യമായിട്ടുള്ള ഫലങ്ങൾ, നമുക്ക് മോസ്റ്റ് ഡിസൈറബിൾ ആയിട്ടുള്ള ആ ഒരു ഔട്ട്കംസ് ഒരു ഘടകമല്ലാതായി തീരുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് വിജയിക്കാനുള്ള എന്തെങ്കിലും ഒന്ന് അവിടെ ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യാണ് അല്ലെ. ആ മോസ്റ്റ് ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചില്ലെങ്കിലും പ്രശ്നമില്ല അല്ലെ, നമുക്ക് പ്രയോജനകരമായിട്ടുള്ള ആ ഒരു നെഗോസിയേഷൻ കൊണ്ട് പ്രയോജനകരമായിട്ടുള്ള മറ്റു സിറ്റുവേഷൻ കൂടി അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ള ഒരു ഫീല് നമുക്ക് തോന്നുന്നില്ലേ, ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഫീല് നമുക്ക് തോന്നാൻ കാരണമാകുന്നു, സഹായകമാകുന്നു. ഓക്കെയാണോ? എപ്പോഴും ഒരു കാര്യം, ഒരു ഔട്ട്കം മാത്രം പ്രതീക്ഷിച്ച് നമ്മൾ പോകരുതെന്ന്, അതിന് പകരം നമുക്ക് ജയിക്കാൻ, നമുക്ക് ബെനിഫിറ്റ്സ് ആയിട്ടുള്ള, നമുക്ക് ഗുണമായിട്ടുള്ള മറ്റു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി അങ്ങനെയുള്ള ഒരു ഇതിന്റെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് മോസ്റ്റ് ഡിസൈറബിൾ ആയിട്ടുള്ള ആ ഒരു കാര്യം സംഭവിച്ചില്ലെങ്കിലും നമുക്ക് അനുയോജ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ കോസ്റ്റിന് കുറഞ്ഞാലും കോസ്റ്റ് ഇതായാലും നമുക്ക് എന്താണ്, ക്വാണ്ടിറ്റിയിൽ ചിലപ്പോ കൂടുതൽ കിട്ടാം അല്ലെ, അല്ലെങ്കിൽ ക്വാളിറ്റി കൂടുതൽ കിട്ടാം, അല്ലെങ്കിൽ പറഞ്ഞ സമയത്തിലും നേരത്തെ നമുക്ക് സാധനങ്ങളും കിട്ടാം. അപ്പൊ അതെന്താണ്, ചിലപ്പോ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലതാണ് അല്ലെ. ആ ഒരു കോസ്റ്റിൽ വ്യത്യാസം വന്നാലും ക്വാളിറ്റി കൂടാ അല്ലെ, ക്വാളിറ്റി കൂടാ, അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിൽ കൂടുതൽ വരെ കിട്ടാന്നുള്ളത്. അപ്പൊ എന്താണ്, അങ്ങനെയുള്ള ഡിസൈറബിൾ മോസ്റ്റ് ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കാര്യം ചിന്തിക്കുന്നതിന് പകരം അല്ലെ, അങ്ങനെയുള്ള ഒരു കാര്യം സംഭവിച്ചില്ലെങ്കിലും നമുക്ക് ജയിക്കാനുള്ള അല്ലെ, നമുക്ക് ബെനിഫിറ്റ്സ് ആയിട്ടുള്ള അനുകൂലമായിട്ടുള്ള നമുക്ക് ഗുണമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ കൂടി അവിടെ ഉണ്ട് എന്നുള്ള ഒരു പോസിറ്റീവ് ചിന്ത നമ്മുടെ ഉള്ളിൽ ഇത് ഉണ്ടാക്കുന്നു. ഓക്കെയാണോ? ഓക്കെ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.